ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഫോംസ് ഓഫ് സല്യൂട്ടേഷൻസ് എന്നുള്ളതാണ്. അതായത് സംബോധനാ രൂപങ്ങൾ. നാം ജീവിതത്തിൽ വിവിധ തുറകളിലുള്ള വ്യക്തികളുമായിട്ട് കണ്ടുമുട്ടുകയും സംഭാഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. വിവിധ വ്യക്തികളെ സംബോധന ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് അപരിചിതനായ പുരുഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ഔദ്യോഗിക സ്ഥാനം കൊണ്ട് നമ്മളെക്കാൾ മുതിർന്ന പുരുഷൻ എന്നിവരെ നമ്മൾ സർ എന്ന് വിളിച്ചിട്ടാണ് സംബോധന ചെയ്യുന്നത്. അതേസമയം അപരിചിതയായ സ്ത്രീ ആണെങ്കിലോ അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥാനം കൊണ്ട് നമ്മളെക്കാൾ മുതിർന്ന സ്ത്രീ ആണെങ്കിലോ നമ്മൾ മാഡം എന്ന് വിളിച്ചിട്ടാണ് സംബോധന ചെയ്യുന്നത്. രാജാക്കന്മാരെ നമ്മൾ യുവർ ഹൈനസ് അല്ലെങ്കിൽ യുവർ മജസ്റ്റി എന്ന് വിളിച്ചിട്ടാണ് സംബോധന ചെയ്യേണ്ടത്. ഗവർണർ, അംബാസഡർ എന്നിവരെയാണെങ്കിൽ യുവർ എക്സലൻസി എന്നാണ് പറയേണ്ടത്. അടുത്തത് ജഡ്ജിമാരെ പറ്റി നമ്മൾ പറയുമ്പോൾ യുവർ ഓണർ എന്നാണ് അഭിസംബോധന ചെയ്യേണ്ടത്. അതേസമയം പോപ്പ്, സ്വാമിമാർ എന്നിവരെയാണെങ്കിൽ യുവർ ഹോളിനെസ് എന്നാണ് അഭിസംബോധന ചെയ്യേണ്ടത്. ബിഷപ്പ്, ജഡ്ജിമാർ എന്നിവരെ മൈ ലോർഡ് എന്ന് വിളിച്ചും സംബോധന ചെയ്യാറുണ്ട്. മന്ത്രിമാർ, പാർലമെൻറ്റ് അംഗം എന്നിവരെയാണെങ്കിൽ ഹോണറബിൾ മിനിസ്റ്റർ അല്ലെങ്കിൽ ഹോണറബിൾ മെമ്പർ എന്നിങ്ങനെയെല്ലാമാണ് പറയേണ്ടത്. പ്രഭുക്കന്മാരെ യുവർ ലോർഡ്ഷിപ്പ് എന്നാണ് നമ്മൾ സംബോധന ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്തത്, ഒന്നിലധികം മുതിർന്ന സ്ഥാനം വഹിക്കുന്നവരുണ്ടെങ്കിൽ അവരെ നമ്മൾ സേഴ്സ് അല്ലെങ്കിൽ ജെൻറ്റിൽമെൻ എന്നിങ്ങനെയാണ് പറയേണ്ടത്. സാധാരണയായിട്ട് ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ ഒന്നിലധികം ആൾക്കാരാണ് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അടുത്തത്, രണ്ടാമത്തെ ആളിനെ പറ്റി നമ്മൾ മൂന്നാമതൊരാളിനോട് പറയുകയാണ്. ആ സമയത്ത് എപ്രകാരമാണ് എന്ന് നോക്കാം. ഗുജറാത്തിലെ ഗവർണർ, ഹിസ് എക്സലൻസി ദ ഗവർണർ ഓഫ് ഗുജറാത്ത്. ഓക്കെ. അഭിവന്യ ചിന്മയാനന്ദ സ്വാമി, ഹിസ് ഹോളിനെസ് സ്വാമി ചിന്മയാനന്ദ എന്നിങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അടുത്തത്, രാജ്ഞി അദ്ദേഹത്തെ വിളിച്ചു, ഹെർ മജസ്റ്റി കോൾഡ് ഹിം. അടുത്തത്, ബിഷപ്പ്, പുരോഹിതൻ എന്നിവരെ പറ്റി പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ള മറ്റൊരു സംബോധനാ രൂപമാണ് ദ റെവറൻഡ് എന്നുള്ളത്. അത് വെച്ചിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസാണിത്. ദ റെവറൻഡ് ബിഷപ്പ്, അതിനുശേഷം നമ്മൾ ബിഷപ്പിൻ്റെ പേരെന്താണോ അത് ചേർക്കുക. ദ വെരി റെവറൻഡ് ബിഷപ്പ്, അതിനുശേഷം പേര് ചേർക്കുകയാണ് ചെയ്യുന്നത്. ദ മോസ്റ്റ് റെവറൻഡ് ആർച്ച് ബിഷപ്പ്, അതിനുശേഷം പേര് ചേർക്കുക. ദ റെവറൻഡ് ഫാദർ, അതിനുശേഷവും നമ്മൾ പേര് ചേർക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മൾ സദസ്സിലിരിക്കുമ്പോൾ സദസ്യരെ നമ്മൾ എങ്ങനെയാണ് സംബോധന ചെയ്യേണ്ടത്. വിശിഷ്ട അതിഥികളെ എന്ന് പറയുമ്പോൾ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ഗസ്റ്റ്സ് എന്നാണ് പറയുന്നത്. അതേസമയം മഹതികളെ, മഹാന്മാരെ എന്ന് പറയുമ്പോൾ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ എന്നും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഫോംസ് ഓഫ് സല്യൂട്ടേഷൻസ് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇനി ഇപ്രകാരം നിങ്ങൾ സംബോധന ചെയ്യുക. കൂടാതെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക് യു.